സന്തോഷേട്ടാ, ആ നമ്മൾ ഇപ്പൊ ഞാൻ ഇതുവരെ ഈ ഫാസ്റ്റിംഗ് ചെയ്തിട്ടേ ഇല്ല. ആ പിന്നെ ഞാൻ ഫാസ്റ്റിംഗ് ചെയ്യണമെന്നുണ്ട്. ആ ഈ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോ ഈ വിശപ്പ് വരുമല്ലോ. ആ ഇപ്പോ ഒരു ദിവസം 2 ദിവസം ചെയ്യണമെന്ന് വിചാരിച്ചാൽ വിശപ്പ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിശപ്പ് വരും, ക്ഷീണം വരും. നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ശരീരത്തിൽ കൂടുതൽ വിശപ്പിന് ഉച്ച 1 മണി വെച്ചാൽ നമുക്ക് ദഹിപ്പിക്കാനുള്ള ദഹന രസങ്ങളൊക്കെ ശരീരത്തിലുണ്ടാവും. അപ്പോ അതുപോലെ അങ്ങനെയുണ്ടാവും. അതിനൊക്കെ എങ്ങനെ നമ്മൾ ഈ ഫാസ്റ്റിങ്ങിൽ എങ്ങനെ തരണം ചെയ്യും? അല്ലെ അത് എങ്ങനെ മനസ്സ് എങ്ങനെ വെക്കണം, അത് ശരീരത്തിന് എങ്ങനെ അത് നിയന്ത്രിക്കണം എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഉപവാസത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഒന്നാമത് ഇപ്പൊ ഞാൻ ഉപവസിക്കുന്ന പോലെ നിങ്ങൾ ആരും ഉപവസിക്കാൻ നിൽക്കരുത്. കാരണം എനിക്കിത് കൈവന്ന കലയാണ്. ഞാനിങ്ങനെ എനിക്ക് ഉപവസിക്കണം തോന്നിയാൽ നിന്നപ്പോൾ ഞാൻ കയറി അങ്ങ് പോയാൽ 10-21 ദിവസം ഒന്നും കഴിക്കാതെ അങ്ങ് ഇരിക്കും. അതെനിക്ക് നല്ല ശീലമുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപവാസത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആളുകളിൽ ഒരാൾ ഞാനാണ്. വർഷങ്ങളായിട്ട് 10-30 വർഷങ്ങളായിട്ട് ഈ സാധനം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കൈവന്ന കലയാണ്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ സാധാരണ ഉപവാസത്തിലേക്ക് പോയിട്ടില്ലാത്ത ഒരാള് അതിലേക്ക് കയറുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടാകേണ്ടത് വെച്ചാൽ എന്താണ് ഉപവാസം എന്ന് ചെയ്ത് പരിശോധിക്കുന്നതിന് മുമ്പേ കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഉപവസിച്ച ആളുകളുടെ അനുഭവങ്ങളിലൂടെ കേട്ടു പോവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഉപവാസം അപ്പോ ഉപവാസത്തിന്റെ ക്രമം ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഉപവാസം എടുക്കുന്ന സമയത്ത് ഒരു എക്സ്പെർട്ടിന്റെ മേൽനോട്ടത്തിൽ അവരുടെ കീഴിൽ മാത്രം ചെയ്യുക. ഒരിക്കലും തനിച്ച് ഉപവസിക്കാൻ നിൽക്കരുത്. അത് അപകടം ഉണ്ടാക്കും. ഉപവാസം അല്ല അപകടം ഉണ്ടാക്കുക, ഉപവാസത്തെ കൈകാര്യം ചെയ്യുന്ന നാട്ടുകാർ അപകടം ഉണ്ടാക്കും. ഉദാഹരണത്തിന് നിങ്ങൾ 4 ദിവസം 5 ദിവസം ആയി ഉപവാസിച്ചിട്ട് 5-ാം ദിവസം ഉപവാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ 6-ാം ദിവസം ഉപവാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ബന്ധു വീട്ടിലേക്ക് കയറി വന്നു. എന്റെ മോൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ പോയി കുറച്ച് ചോറും സാമ്പാറും കൂട്ടി കുഴച്ചിട്ട് വായിലേക്ക് തന്ന് സ്നേഹപൂർവ്വം തന്നിട്ട് നീ ഇത് കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മൾ കഴിച്ചാൽ ഒരു അരമണിക്കൂറിനകത്ത് നമ്മൾ ബെഡിൽ വീണു പോകും. ഈ സംഭവത്തെ നേരെ എടുത്തിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കട്ടെ, അവർക്ക് ഇത് എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവില്ല. അവരുടെ വക ഒരു ട്രീറ്റ്മെന്റ് കൂടെ കഴിയുമ്പോൾ പിന്നെ പെട്ടിയിലേക്കായിട്ടായിരിക്കും തിരിച്ചു വരിക. ഉപവാസം കൊണ്ട് സംഭവിക്കുന്നതല്ല അത് ഉപവാസത്തെ കൈകാര്യം ചെയ്യാൻ അറിയാത്തവർ അത് കൈകാര്യം ചെയ്യുന്ന സമയത്തുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എക്സ്പേർട്സിന്റെ മേൽനോട്ടത്തിൽ അവരുടെ കീഴിൽ പോയി നിന്ന് വേണം. അതായത് സ്വതന്ത്രമായിട്ട് വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്യരുത്. ദീർഘോപവാസം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഒരു എക്സ്പേർട്ടിന്റെ മേൽനോട്ടത്തിലായിരിക്കണം. ഇനി അഥവാ വീട്ടിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ വീട്ടില് നമ്മളെ പരിചരിക്കാൻ നിൽക്കുന്ന 2-ലധികം പേർ ഉപവാസം എന്നുള്ള പദ്ധതിയെ അവർ അംഗീകരിക്കുകയോ അതിന്റെ കൂടെ നിൽക്കുകയോ വേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ അത് ചെയ്യാവൂ, അല്ലാതെ ചെയ്യരുത്. ഉപവാസം അപകടം ഉണ്ടാക്കില്ല, അത് കൈകാര്യം ചെയ്യുന്ന രീതി അപകടം ഉണ്ടാക്കും. അപ്പോ ഇനി ഉപവാസത്തിന്റെ പല ഘട്ടങ്ങളുണ്ട്. അപ്പോ നമ്മളിവിടെ ഉപവാസത്തെ കണക്കാക്കുന്നത്, അതിനിടയിൽ ഞാൻ വേറൊരു കാര്യം കൂടെ, ധന്യാപ്പി എന്ന് പറയുന്നത് ആരാണ്? നമ്മളെ മെക്സിക്കോയിലെ ധന്യാണോ? ഡോക്ടർ ധന്യ? അതെ അതെ. ഇപ്പൊ എവിടെയാ? ഇന്ത്യയിലാണോ? ബാംഗ്ലൂർ ഉണ്ട്. റൈറ്റ്. ഓക്കെ. ഞാനൊരു 10 ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതാണ്. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ വിഷയമൊക്കെ വന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. ധന്യ. ഓക്കെ സർ, ഞാൻ ലാസ്റ്റ് ഇയർ ചെയ്തിരുന്നു 3 ഡേ ഉപവാസം തിരൂർ ചെയ്തിരുന്നു രാധാകൃഷ്ണൻ സാറിന്റെ നേച്ചുറോപ്പതിയിൽ. ഓക്കെ. അപ്പോ ഉപവാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉപവാസത്തിന് നമ്മൾ സാധാരണ രീതിയിൽ ദീർഘോപവാസത്തില് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 24 മണിക്കൂറിന് ശേഷമാണ് ഉപവാസം കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങുക. അപ്പൊ നമ്മൾ ഒരു ദിവസം രാവിലെ 9 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം രാവിലെ 9 മണി മുതലാണ് നമ്മൾ ഉപവാസത്തെ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങുക. അന്ന് വൈകുന്നേരം വരെയുള്ള ഒരു സമയം, അന്ന് രാത്രി വരെയുള്ള ഒരു സമയം എടുക്കുക. അത്രയും വരെ എടുക്കുന്നതിനെയാണ് നമ്മൾ മറ്റേ ലഘു ഉപവാസം എന്ന് പറയുക. എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ ഉപവാസം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഉപവാസം കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് തിങ്കളാഴ്ച രാവിലെ ഭക്ഷണം കഴിച്ചു, ചൊവ്വാഴ്ച രാവിലെ ഫാസ്റ്റിംഗ് തുടങ്ങുന്നു, ബുധനാഴ്ച രാവിലെ കരിക്കും വെള്ളം കുടിച്ചിട്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞു എന്ന് പറയാം. അപ്പോ ഈ രീതിയിലാണ് ഉപവാസത്തിന്റെ അവസ്ഥ ഉണ്ടാവുക. ആദ്യമായിട്ട് ഉപവസിക്കുന്ന സമയത്ത് അത് പ്രത്യേകിച്ചും കാപ്പി, ചായ തുടങ്ങിയ കാര്യങ്ങൾ കുടിക്കുകയോ മറ്റ് ഉത്തേജകങ്ങളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദ്യത്തെ ദിവസം ഭയങ്കരമായിട്ട് തളർച്ചയും തലവേദനയും ഉണ്ടാവും. നല്ല തലവേദന ഉണ്ടാവും. കാപ്പി കുടിക്കുന്നവരാണ്, കാപ്പിയും ചായയും കുടിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സ്മോക്കേഴ്സും ഒക്കെ ആണെന്ന് വെച്ചാൽ തലവേദന നല്ലപോലെ ഉണ്ടാവും.
ഇത് 3 ദിവസം വരെ നീണ്ടു നിൽക്കാം ഈ തലവേദന. ഇനി അതല്ല, സാത്വിക ഭക്ഷണമൊക്കെ കഴിച്ചു പോകുന്നവരാണെങ്കിൽ തളർച്ച ഉണ്ടാവും, ചെറിയ തളർച്ച ഉണ്ടാവും. ഈ തളർച്ച നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ പോകെ മനസ്സിലാവും. ആ തളർച്ച എന്നുള്ളത് നമ്മൾക്ക് പരിചയമില്ലാത്തത് കൊണ്ട് വരുന്ന തളർച്ചയാണ്. ഇപ്പോ ഉദാഹരണത്തിന് ഞാനിപ്പോ നേരത്തെ സൂചിപ്പിച്ച രവിയേട്ടന്റെ ഭാര്യ ഒരു പ്രാവശ്യം ഇവിടെ അവർക്ക് ചെറിയ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അവരെ കൊണ്ട് എനിമ എടുപ്പിച്ചു. ടോയ്ലറ്റിൽ പോയിട്ട് എനിമ എടുത്തിട്ട് തിരിച്ച്, നമ്മളെ പറമ്പിലാണ് ടോയ്ലറ്റ്, അപ്പൊ അവിടുന്ന് തിരിച്ചു വരുന്ന ഒരു വരവ് കാണുമായിരുന്നു. അവരെ മൊത്തം അങ്ങ് തളർന്നുപോയി. വയറ്റുള്ള മലം മുഴുവൻ പോയി കഴിഞ്ഞപ്പോ അത് അവരാകെ തളർന്നുപോയി. അപ്പൊ നമ്മൾ അന്ന് ഉണ്ടാക്കിയ ഒരു ചൊല്ലാണ് മലം പോയാൽ ബലം പോയി എന്നുള്ളത്. ഈ ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ അകത്തുനിന്നും വേണ്ടാത്ത കാര്യങ്ങൾ കുറച്ചങ്ങ് മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര തളർച്ച തോന്നും. ആ തളർച്ചയാണെന്നുള്ളത് പിന്നീട് മനസ്സിലാവും, തുടക്കത്തിൽ മനസ്സിലാവില്ല. അപ്പോ 3 ദിവസം വരെ ഈ ചെറിയ തളർച്ച, തലവേദന, മറ്റേ ഉറക്കക്കുറവ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തോന്നും. 3 ദിവസം കഴിയുമ്പോൾ ഇത് പതുക്കെ കുറഞ്ഞു തുടങ്ങും. വിശപ്പ് തോന്നുന്ന ആ ഒരു സാഹചര്യം എല്ലാം തന്നെ നിൽക്കും. ശരീരത്തിന് എന്തെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ വേദനകൾ നിൽക്കും. ശരീരത്തിൽ ഇപ്പോൾ മുറിവ് അല്ലെങ്കിൽ മറ്റേ അങ്ങനെയുള്ള അസ്ഥിയോടുവിന്റെ അടക്കമുള്ള വേദനകൾ ഉണ്ടല്ലോ, ഇപ്പൊ ക്യാൻസർ കൊണ്ടുള്ള വേദന, ഇങ്ങനെയുള്ള വേദനകളൊക്കെ ഉണ്ടെങ്കിൽ 3-ാം ദിവസം മുതൽ വേദന മാറിക്കിട്ടും. അപ്പോ തലവേദന പോലെയുള്ള കാര്യങ്ങളെല്ലാം കുറഞ്ഞു അവസാനം നമ്മൾ ഒരു തരം പ്രത്യേക തളർച്ചയിലേക്ക് ഇങ്ങനെ വരും. തളരുക എന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ശരീരത്തിൽ വെളിയിലേക്ക് ചെലവാകേണ്ട ഊർജം, അതായത് സിമ്പത്തറ്റിക് സിസ്റ്റത്തിന്, ശരീരത്തിന്റെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഓർഗൻസിലേക്ക് നൽകുന്ന ഊർജത്തെ പിൻവലിച്ചിട്ട് ഇന്റേണൽ ഓർഗൻസിന്റെ ഹീലിംഗിന് വേണ്ടി, ശുചീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോ ക്ഷീണം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കിടക്കുക എന്നത് മാത്രമാണ്. ഉപവാസം എടുക്കാൻ തയ്യാറാകുന്നവർ ആദ്യം മനസ്സിലാക്കുക, ഉപവാസം എടുക്കുന്നത് വിശ്രമിക്കാൻ വേണ്ടിയാണ്. ഉപവാസം എടുക്കുന്നത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയല്ല. ഉപവാസം എടുക്കുന്ന സമയത്ത് വേറെ പണിക്ക് പോകാൻ നിൽക്കരുത്. പണിക്ക് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പൊ ഉപവാസം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം 3 ദിവസം ഉപവാസം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മറ്റു ജോലികളൊക്കെ ചെയ്യണ്ട. ചെയ്യാനുള്ളവർക്ക് ഉള്ളതല്ല ഉപവാസം. അങ്ങനെ ചെയ്യാനുള്ളവർ വേറെ മാർഗങ്ങൾ നോക്കുക. ഔഷധങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ലോകത്ത് ഇഷ്ടം പോലെ, അത്തരം ഔഷധങ്ങളൊക്കെ സേവിക്കുക. ഉപവസിക്കുന്നവര് പണിയെടുക്കാൻ പോകരുത്, ഒരു പണിക്കും പോകരുത്, ബെഡ് റിഡൻ ആവുക, അവിടെ കിടക്കുക. ഇതാണ് ചെയ്യേണ്ടത്. 3 ദിവസം മുതൽ ഒരു 4-5 ദിവസം ആകുമ്പോഴേക്കും ഛർദി വരാൻ തുടങ്ങും. അത് ഓരോരുത്തരുടെ ശരീരത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ശരീരത്തിനകത്തെ ഊർജത്തിന്റെ അവൈലബിലിറ്റി ഇതിനൊക്കെ അനുസരിച്ചാണ്. ഛർദി വരാൻ തുടങ്ങും. ഛർദി നല്ല രീതിയിൽ വന്ന് കുറെ പിത്തമൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് പതുക്കെ അത് ഒതുങ്ങുമ്പോഴേക്കും വയറിളക്കം വരാൻ തുടങ്ങും. 5 മുതൽ 7 വരെ ദിവസത്തിന്റെ ഉള്ളിൽ വയറിളക്കം വരും. 7-8 ദിവസം വരെയൊക്കെ, 8-ാം ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കും വയറിളക്കം. വയറിളക്കി ഭയങ്കര ദുർഗന്ധമായിരിക്കും. നമ്മൾ ഭക്ഷണമേ കഴിക്കുന്നില്ല, പക്ഷെ പിന്നെ എവിടുന്ന ഇതൊക്കെ വരുന്നത് നമ്മൾ ആലോചിക്കും. അതൊക്കെ കഴിഞ്ഞാൽ ശരീരം ഭയങ്കരമായിട്ട് തളരും. ഭയങ്കരമായിട്ട് തളരുന്ന വെച്ചാൽ നമുക്ക് വെളിയിലുള്ള ഒരു കാര്യത്തോടും താല്പര്യം ഉണ്ടാവില്ല. കാരണം മനസ്സ് നമുക്ക് വെളിയിലുള്ള കാര്യങ്ങളോട് താല്പര്യം കാണിച്ചാൽ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കും, അത്തരം കാര്യങ്ങളോട് ആക്റ്റീവായിട്ട് ഇടപെടാൻ ശ്രമിക്കും. ആ ഇടപെടൽ ഒഴിവാക്കിക്കൊണ്ട് ഉള്ളിലേക്ക് വലിയുക എന്നുള്ളതാണ് ചെയ്യുക. ഈ സമയത്ത് ശരീരത്തിന്റെ കോശങ്ങൾ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെറിയൊരു അഴിച്ചുപണി നടത്തും. ഈ അഴിച്ചുപണിയുടെ ഭാഗമായിട്ട് ശരീരത്തിന്റെ പുനർനിർമ്മിതിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ വേസ്റ്റ് വിയർപ്പിലൂടെയൊക്കെ വെളിയിൽ വരാൻ തുടങ്ങും. അത് ഭയങ്കര ബാഡ് സ്മെല്ലായിട്ട് ശരീരത്തിൽ ഫീൽ ചെയ്യും. 1-ാം വയസ്സിൽ കഴിച്ച ഇംഗ്ലീഷ് മെഡിസിന്റെ മണം നമ്മൾ 50-ാം വയസ്സിൽ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെളിയിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വന്ന് ഒരു 12-13 ദിവസം ഒക്കെ കഴിയുമ്പോൾ പതുക്കെ ഈ ക്ഷീണം അങ്ങ് കുറഞ്ഞു വന്നിട്ട് പിന്നെ ഒട്ടും ക്ഷീണമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് 15-ാം ദിവസം വരെ നമ്മൾ മാറാൻ തുടങ്ങും. ഒരു 17 ദിവസം 18 ദിവസമൊക്കെ ആകുമ്പോഴേക്കും പതുക്കെ പോയ വിശപ്പ് തിരിച്ചു വരാൻ തുടങ്ങും. ഇതുവരെ വിശപ്പേ ഉണ്ടാവില്ല, ഒട്ടും വിശപ്പുണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പതുക്കെ വിശന്ന് തുടങ്ങും. ആ വിശന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളൊരു 4-5 ദിവസത്തേക്ക് കൂടെ ഫാസ്റ്റിംഗ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ക്യാൻസർ ഉണ്ടെങ്കിൽ ക്യാൻസർ പോലും മാറിക്കിട്ടും. കാരണം ആ സമയത്താണ് ഓട്ടോഫാഗി എന്നുള്ളത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. പക്ഷെ പലപ്പോഴും നമുക്ക് ഇത്രയും ദൂരത്തേക്ക് ചെയ്യാൻ കഴിയാറില്ല. മാത്രമല്ല, അത്രയും ദൂരത്തേക്ക് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറ്റു സൂപ്പർവിഷൻ ആവശ്യമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 21 ദിവസം വരെ നമ്മൾ പറയുന്ന, നമ്മൾ ഒളിമ്പസിന്റെ രീതിയിൽ നമ്മൾ നൽകുന്ന അഡ്വൈസ് അനുസരിച്ച് 21 ദിവസം വരെ ആണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യിക്കുക. പക്ഷെ ഏറ്റവും നല്ല രീതി എന്ന് വെച്ചാൽ ആദ്യം ഒരു ദിവസത്തെ ഫാസ്റ്റിംഗിലേക്ക് പോവുക. ഞാനിന്ന് രാജേന്ദ്രനോട് പറഞ്ഞതും കഴിഞ്ഞ ദിവസം രാമകൃഷ്ണനോട് പറഞ്ഞതൊക്കെ ഇങ്ങനെയാണ്. നമ്മളിപ്പോ ഞായറാഴ്ചകള്
നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് പോകാതിരിക്കാൻ ഭയങ്കര പാടാ. ആരുടെങ്കിലും കല്യാണത്തിനുള്ള വിളി വരും, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. കല്യാണത്തിനൊക്കെ പോവുക. ചിലപ്പോ മറ്റേ ഇപ്പൊ നോൺ വെജ് കഴിക്കുന്നവർ, നമ്മൾ നോൺ വെജ് കഴിക്കാൻ അഡ്വൈസ് ചെയ്യുന്നവരല്ല, ഇനി അങ്ങനെ കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വയറിനകം മുഴുവൻ നാശമായിട്ടുണ്ടാവും. തിങ്കളാഴ്ച എന്താ ചെയ്യേണ്ടത്, ചില ഭക്ഷണം കഴിക്കുക, കുറച്ച് മറ്റേ പൊടിയരി കഞ്ഞിയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിക്കുക. എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം പതുക്കെ ഫ്രൂട്ട്സ് കഴിക്കുക. ഈ കല്യാണത്തിന് പോയിട്ട് നല്ല ബിരിയാണിയൊക്കെ തിന്നിട്ടെന്ന് വെച്ചാൽ തിങ്കളാഴ്ച തന്നെ ഫ്രൂട്ട്സ് കഴിക്കാം, ചൊവ്വാഴ്ച ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കാം, ബുധനാഴ്ച അതും ഒഴിവാക്കുക, ഫ്രൂട്ട് ജ്യൂസും ഒഴിവാക്കിയിട്ട് പച്ചവെള്ളം മാത്രം കഴിക്കുക, വ്യാഴാഴ്ച വീണ്ടും ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുക, വെള്ളിയാഴ്ച ഫ്രൂട്ട്സ് കഴിക്കുക, ശനിയാഴ്ച സാധാരണ രീതിയിൽ നാട്ടു നടപ്പനുസരിച്ചുള്ള ഊണും കാര്യങ്ങളൊക്കെ കഴിക്കുക, ഞായറാഴ്ച സമൂഹത്തിന് വേണ്ടി തുറന്നു വെച്ചിരിക്കുക. ഈ ഒരു വട്ടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ സാമൂഹ്യ ജീവിതത്തിന്റെ ഇടയിലും നമുക്ക് ഈ ഫാസ്റ്റിങ്ങും എല്ലാം വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും, ശരീരത്തിന് വലിയ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇതൊന്ന് ശീലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് ഈ കയറി ഇറങ്ങി വരുന്ന ഒരു പ്രോസസ്സ് നമുക്ക് ശരീരത്തിന് മനസ്സിലാവും. പിന്നെ 1 ഡേ ഫാസ്റ്റിംഗ് എന്നുള്ളത് 3 ഡേ ഫാസ്റ്റിംഗിലേക്ക് നമുക്ക് കടത്തിവിടാം. 3 ഡേ ഫാസ്റ്റിംഗ് വരെ നമ്മൾ മേൽനോട്ടമൊന്നും ഇല്ലാതെ, നമ്മൾ ഇതിങ്ങനെ ശീലിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വെളിയിലുള്ള ഒരാളുടെ മേൽനോട്ടമൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തു കൊണ്ടുപോകാൻ പറ്റും. 3 ദിവസത്തെ കൂടുതൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഹോസ്പിറ്റലിലെ പ്രകൃതി ആശുപത്രിയിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ രാധാകൃഷ്ണേട്ടന്റെ അടുത്തോ അല്ലെങ്കിൽ ജേക്കബേട്ടന്റെ അടുത്തോ എവിടെയെങ്കിലും പോയി നിന്നിട്ട് അത്തരത്തിലൊരു ട്രീറ്റ്മെന്റിലൂടെ പോകുന്നതായിരിക്കും നല്ലത്. കൂടുതൽ ദിവസം പോവുകയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കില്ല, അത് നേരത്തെ പറയാം. നേരത്തെ അത് ചെയ്തിരുന്നു, ഇപ്പൊ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറില്ല. ഇതാണ് എന്റെ ഉത്തരം. മസനേട്ടാ, 2 ചേട്ടന്മാരുള്ളൂ. അപ്പോ ഇത് ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങിയാൽ മതി, ഈ പറയുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങിയാൽ മതി. പിന്നെ തലവേദന വരും എന്നുള്ളത് മനസ്സിലാക്കുക. ഛർദി വരും, കുറച്ച് ദിവസം നീണ്ടിട്ടുണ്ടെങ്കിൽ ഛർദി വരും, വയറിളക്കം വരും. ആ സമയത്ത് പിന്നെ നല്ല തളർച്ച വരും. കിടക്കുക, ഒന്നും ചെയ്യണ്ട, കിടക്കുക, വേറൊന്നും ചെയ്യരുത്. ഒന്നും ചെയ്യരുത്, TV കാണരുത്, പ്രത്യേകിച്ചും TV കാണരുത്, TV മൊബൈലും നോക്കരുത്. മിണ്ടാതെ കിടക്കുക. ശരീരം ആ ഊർജത്തെ, മറ്റുള്ളതിനൊക്കെ ചെലവാക്കുന്ന ഊർജത്തെ ഉള്ളിൽ നിന്നും ഉപയോഗിച്ച് കൃത്യമായിട്ട് ഷേപ്പ് ചെയ്ത് കൊണ്ടുതരും. ഉപവാസത്തിന്റെ ആൽഗരിതം അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ ഉപവാസത്തിന്റെ സമയത്ത് മെറ്റാബോളിസത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മുടെ പ്രവാസ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടാൽ മതി. ഓക്കെ.